ഹലോ ഗായ്സ്, ദിസ് ഇസ് ബെസ്കാപിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ വണ്ടികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ കമ്പനികൾ നോക്കി. ഇനി അതിൽ തന്നെ വണ്ടികളുടെ എണ്ണം കൂടെ നമുക്ക് നോക്കിയേക്കാം. സോ ഇത് ടോപ്പ് 10 വണ്ടികളുടെ ലിസ്റ്റാണ്. ഇതിൽ തന്നെ 10ാമത് നിൽക്കുന്ന വാഹനം എന്ന് പറയുന്നത് നമ്മുടെ മാരുതി സുസുക്കിയുടെ വാഗണറാണ്. ഇതിന് ചില മാസങ്ങളിൽ നല്ല സെയിലായിരിക്കും, ചില മാസങ്ങളിൽ പക്ഷേ 15,000-അടുത്തായിരിക്കും. ആ ഒരു ലെവലിലാണ് നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിലാണ് കമ്പയർ ചെയ്യുന്നത്. കഴിഞ്ഞ മാസം ഏതായാലും 14,575 വാഹനങ്ങൾ സെയിൽ ഇതിന് കിട്ടിയിട്ടുള്ളൂ. 2024 ഫൈനാൻഷ്യൽ ഇയർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ വണ്ടി വാഗണറായിരുന്നു. 2024 കലണ്ടർ ഇയറിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ വണ്ടി പഞ്ചായിരുന്നു. പക്ഷേ ഏതായാലും 25-ലെ പ്രോപ്പർ റെക്കോർഡുകൾ ഇതുവരെ വന്നിട്ടില്ല, അധികം വൈകാതെ വരും. കഴിഞ്ഞ മാസത്തെ സെയിൽസ് കുറച്ച് കുറഞ്ഞു പോയി. ഡിസംബർ 2024, അതായത് കഴിഞ്ഞ വർഷം 17,303 വാഹനങ്ങളുടെ സെയിലായിരുന്നതിന് കിട്ടിയത്. 2,728 വാഹനങ്ങളുടെ വ്യത്യാസവും 15.77% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. സർപ്രൈസിംഗ്ലി നമ്മുടെ ഈ ലിസ്റ്റിൽ ആകെപ്പാടെ ഡീഗ്രോത്ത് വന്നിരിക്കുന്ന ഒരേ ഒരു വണ്ടിയാണിത്. ബാക്കി വണ്ടികൾക്കൊന്നും ഡീഗ്രോത്ത് ഇല്ല, എല്ലാത്തിനും ചെറിയ രീതിയിലെങ്കിൽ അങ്ങനെ ഗ്രോത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ സ്കോർപിയോ എൻ ആണ്. സ്കോർപിയോ എന്നും ക്ലാസിക് രണ്ടും ഇതിനകത്ത് ഇൻക്ലൂഡഡ്. കഴിഞ്ഞ മാസം 15,885 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. കഴിഞ്ഞ വർഷം ഡിസംബർ 2024 ഡിസംബറിൽ 12,195 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 3,690 വാഹനങ്ങളുടെ വ്യത്യാസവും 30.26% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ഗ്രോത്ത് ആണ്. ഇവിടെ ഇതിൽ കൂടുതൽ ഗ്രോത്തുള്ള വേറെ ഒരുപാട് വണ്ടികളുണ്ട്, അതിലേക്ക് നമ്മൾ അധികം വൈകാതെ വരും. പക്ഷേ ഇതും കൺസിഡർ ചെയ്യുമ്പോൾ അത്ര മോശമൊന്നുമല്ല. പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ സ്കോർപിയോ എപ്പോഴും വളരെ നല്ല സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്നൊരു വണ്ടി തന്നെയായിരുന്നു. പ്രത്യേകിച്ച് എന്നെ 2022 ഇറങ്ങിയപ്പോൾ തൊട്ട് ഈ വണ്ടിയുടെ സെയിൽസിന് ഒരു കുറവില്ലായിരുന്നു. മിക്ക മാസങ്ങളിലും കഴിഞ്ഞ 2 വർഷമായിട്ട് ഇതിന് 15,000-അടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ ആയിട്ട് തന്നെയാണ് സെയിൽ കിട്ടുന്നത്. ഈ സെഗ്മെൻറ്റുള്ള ഈ പ്രൈസിലുള്ളൊരു വണ്ടിക്ക് ഇത്രയും സെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പ്രസീവാണ്. ഇനി നമ്മുടെ അടുത്ത വാഹനം ടാറ്റയുടെ പഞ്ചാണ്. പഞ്ച് 2024 ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി ആയിരുന്നുവെങ്കിലും കഴിഞ്ഞ വർഷത്തേക്ക് വരുമ്പോഴേക്കും പഞ്ച് ഇച്ചിരി താഴത്തേക്ക് ആക്കിയിട്ട് നെക്സോണാണ് അവർ കൂടുതൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ചില മാസങ്ങളിൽ 12,000 10,000 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞ മാസം ഏതായാലും കുറച്ചും കൂടി സെയിൽ കൂടിയിട്ടുണ്ട്, 15,980 ആയിട്ടുണ്ട്. പക്ഷേ നവംബറിൽ ഇതിന് അത്യാവശ്യം സെയിൽ കിട്ടിയതായിരുന്നു, 17,000 18,000 ആ റേഞ്ചിലെന്തോ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസത്തെ പിന്നെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ വലിയ കുറവില്ല. ഡിസംബർ 2024 15,073 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 907 വാഹനങ്ങളുടെ വ്യത്യാസവും 6.02% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ എല്ലാ വണ്ടികൾക്കും ഗ്രോത്ത് ഉണ്ടെങ്കിലും വളരെ ചെറിയ ഗ്രോത്ത് ആയിട്ടെങ്കിലും സംഭവം വന്നിട്ടുണ്ട്. ഇതിനാണെങ്കിലും അങ്ങനെ ഡീഗ്രോത്ത് ആയിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി നമ്മുടെ അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ എർട്ടിഗയാണ്. ഇതിന് കഴിഞ്ഞ മാസം 16,586 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ 16,056 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. കറക്റ്റ് 530 വാഹനങ്ങളുടെ വ്യത്യാസവും 3.3% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ കുറച്ചും കൂടി ഗ്രോത്ത് കുറഞ്ഞൊരു വണ്ടി. അതായത് രണ്ടാമതായി ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയ ഒരു വണ്ടിയാണ് നമ്മുടെ എർട്ടിഗ. മൂന്നാമതായി ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയ വണ്ടിയായിരുന്നു പഞ്ച്. ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടിയിലേക്ക് നമുക്ക് അധികം വൈകാതെ തന്നെ വരാം. പക്ഷേ എർട്ടിഗയുടെ കേസെടുക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരും ഈ വണ്ടി ഇപ്പോൾ കമേഴ്ഷ്യൽ യൂസ്, ടാക്സി, ഫ്ലീറ്റ് ഓപ്പറേറ്റേഴ്സ് അങ്ങനെയൊക്കെയാണ് വാങ്ങാറുള്ളത്. CNG ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല സെയിലും കിട്ടുന്നുണ്ട്. ഇത് റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു വണ്ടി ഇതുവരെ വന്നിട്ടില്ല. അത്യാവശ്യം നല്ല എഫിഷ്യൻസി കിട്ടുന്ന ഇത്രയും സ്പേസ് ഉള്ള ഒരു 4.3 മീറ്റേഴ്സിന് മുകളിലുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ഏതായാലും 6th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ ബ്രസയാണ്. കഴിഞ്ഞ മാസം 17,704 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. കഴിഞ്ഞ വർഷം ഡിസംബറിലും വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു, 17,336 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. സോ വെറും 368 വാഹനങ്ങളുടെ വ്യത്യാസവും 2.12% ഗ്രോത്ത് റേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതാണ് ഈ ലിസ്റ്റിൽ ഒഫീഷ്യലി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി. പക്ഷേ ഇതിനൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ആണ് വ്യത്യാസമെങ്കിലും ഇതിന് ഡീഗ്രോത്തിലോട്ട് പോയിട്ടില്ല. കറക്റ്റ് ചെറിയൊരു ഗ്രോത്ത് എങ്കിലും അത്രയെങ്കിലും ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതലും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽസ് ആണെന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഗ്രോത്ത് എന്ന് പറയാൻ മാത്രം അങ്ങനെ വലിയൊരു നമ്പർ ഇവിടെ വന്നിട്ടില്ലല്ലോ. ഏതായാലും സപ്പോമീറ്റർ SUVസിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സെയിൽ തന്നെയാണിത്. ഇനി നമ്മുടെ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സ്വിഫ്റ്റ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 18,767 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ അത്ര നല്ല സെയിലല്ലായിരുന്നു, ജസ്റ്റ് 10,421 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. 8,346 വാഹനങ്ങളുടെ വ്യത്യാസമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. 80.09% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സെയിൽസ് വളരെ കുറവായതുകൊണ്ട് ഇപ്രാവശ്യം നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ഇത് തന്നെയായിരിക്കുന്നു. പക്ഷേ അല്ല, ഈ ലിസ്റ്റിൽ മൂന്നാമത്
രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി മാത്രമാണ് സ്വിഫ്റ്റ്. അതായത് ഇതിലും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ്, ഓൾമോസ്റ്റ് ഇതിൻ്റെ ഡബിൾ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വേറെയും പല വണ്ടികൾ ലിസ്റ്റിലുണ്ട്. അതും നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ മനസ്സിലാവും. എന്തായാലും ഇപ്രാവശ്യം നമ്മുടെ ടോപ്പ് 10 ലിസ്റ്റ് ഡോമിനേറ്റ് ചെയ്യുന്ന മാരുതി സുസുക്കി തന്നെയാണ്. ഇനി സ്വിഫ്റ്റ് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുകളിൽ തന്നെ 4th പൊസിഷനിൽ ഡിസയർ നിൽപ്പുണ്ട്. ഇതിന് കഴിഞ്ഞ മാസം 19,072 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം നമ്മൾ മിക്കവാറും കൂടുതൽ കണ്ടിരിക്കുന്ന എല്ലാ മാസങ്ങളിലും ഭൂരിഭാഗം മാസങ്ങളിലും ഡിസയറിന് സ്വിഫ്റ്റിനേക്കാൾ കൂടുതൽ സെയിൽ കിട്ടുന്നതാണ്. ചില മാസങ്ങളിൽ സ്വിഫ്റ്റിന് കുറച്ച് കൂടുതലായിരിക്കും, പക്ഷേ കമ്പാരിറ്റീവ്ലി ഡിസയറാണ് കൂടുതലും വിൽക്കാറുണ്ടായിരുന്നത്. എനിവേ കഴിഞ്ഞ മാസം അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഡിസയർ കുറച്ച് മാർജിനിൽ കൂടുതൽ വിറ്റിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ 16,573 വാഹനങ്ങൾ സെയിൽ ഡിസയറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് 2,499 വാഹനങ്ങളുടെ വ്യത്യാസവും 15.08% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അഗൈൻ ഗ്രോത്ത് റേറ്റ് ഒക്കെ ഡീസൻ്റ് ആണ്, അങ്ങനെ ഭയങ്കര വലിയ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ഇവരിപ്പോൾ ഈ വണ്ടിയുടെ ടൂർ വേരിയൻ്റ് ഇറക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആൾക്കാർ അത്യാവശ്യം ടാക്സിക്ക് വാങ്ങുന്നുണ്ട്. പിന്നെ അല്ലാതെയും നല്ല കസ്റ്റമേഴ്സ് ഈ വാഹനത്തിനുണ്ട്. സെഡാൻ്റെ ഒരു കാറ്റഗറി, സബ്ഫോമീറ്റർ ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പോഴും അത്യാവശ്യം സെയിലുള്ളൊരു വണ്ടി ഇത് തന്നെയാണ്. ഇനി നമ്മുടെ അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കഴിഞ്ഞ 3 മാസമായിട്ട്, അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ 3 മാസവും 22,000 യൂണിറ്റ്സ് തികച്ചും വിറ്റുകൊണ്ടിരുന്ന നമ്മുടെ സ്വന്തം നെക്സോൺ ആണ്. കഴിഞ്ഞ മാസം 19,375 താഴത്തേക്ക് വന്നിട്ടുണ്ട്. അതൊരു താഴേക്കുള്ള വീഴ്ചയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അല്ലാന്ന് തന്നെ പറയുള്ളൂ. കാരണം 19,000 എന്ന് പറയുന്ന ഒരു രീതിയിലൊരു മോശം സെയിൽസ് നമ്പർ അല്ല. കഴിഞ്ഞ വർഷം 13,536 വാഹനങ്ങൾ സെയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 5,839 വാഹനങ്ങളുടെ വ്യത്യാസം അവിടെ തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് 43.14% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ഗ്രോത്ത് ആണ്. ഈ ലിസ്റ്റിൽ ഭയങ്കര ഹൈ പൊസിഷൻ ഒന്നും പറയാൻ പറ്റില്ല. 4th ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇതിൻ്റെ സെയിൽസ് അത്ര കുറഞ്ഞിട്ടൊന്നും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനിയും ചിലപ്പോൾ വരും കാലങ്ങളിൽ, ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് ഇച്ചിരി കുറച്ചായിരിക്കും, ജാനുവരി സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുമ്പോഴേക്കും വീണ്ടും സെയിൽ കൂടാനാണ് സാധ്യത. ഇനി 2nd പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 20,706 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ 10,752 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 9,954 വാഹനങ്ങളുടെ വ്യത്യാസവും 92.58% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇതിന് ഡെഫിനറ്റ്ലി സ്വിഫ്റ്റിനേക്കാൾ കൂടുതൽ ഗ്രോത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയാണ് നമ്മുടെ ഫ്രോങ്സ്. സ്റ്റിൽ രണ്ടാമതേ ആയിട്ടുള്ളൂ. ഇനിയും നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടാനുള്ള വണ്ടിയുണ്ട്. ഇത് തന്നെ അത്യാവശ്യം നല്ല ഹൈ സെയിൽസ് ആണ്, നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ പിന്നെ ഫസ്റ്റ് നമ്പർ ഏതായിരിക്കും? ഇത് തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ സ്വന്തം ബലെനോ ആണ്. ഫ്രോങ്സ് എന്ന് പറഞ്ഞൊരു വണ്ടി തന്നെ നമ്മുടെ ബലെനോയിൽ നിന്നുണ്ടായിട്ടുള്ളൊരു വാഹനമാണ്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, എക്സ്റ്റീരിയർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പ്ലാറ്റ്ഫോം സെയിം ആണ്. എഞ്ചിൻസ് നമുക്ക് വണ്ടിയിട്ട് ടബ് കിട്ടുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയർ കംപ്ലീറ്റ്ലി ബലെനോയുടെ എക്സാക്ട് സെയിം സംഭവം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫീച്ചേഴ്സിലും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഏതായാലും മിക്ക മാസങ്ങളും ഫ്രോങ്സിന് തന്നെയാണ് ബലെനോയേക്കാൾ കൂടുതൽ സെയിൽ കിട്ടാറുള്ളത്. കഴിഞ്ഞ മാസം അതിലൊരു വ്യത്യാസം വരുത്തിക്കൊണ്ട് ബലെനോയ്ക്ക് കൂടുതൽ സെയിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് വീണ്ടും 20,000 മുകളിലേക്ക് കയറിയിട്ടുണ്ട്. 22,108 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം ബലെനോയ്ക്ക് കിട്ടിയത്. വളരെ ഇംപ്രസീവാണ്. കഴിഞ്ഞ വർഷം 9,112 വാഹനങ്ങളുടെ സെയിലേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 12,996 വാഹനങ്ങളുടെ വ്യത്യാസം 142.63% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ലിസ്റ്റിലെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയ വണ്ടി ബലെനോ ആയത്. അതും ഇത്രയും ഹൈ വോളിയം സെയിൽസ് വന്നിട്ട് പോലും. സോ ഇതാണ് ഗൈസ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റ ടോപ്പ് 10 വാഹനങ്ങളുടെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു for watching my video and goodbye.